ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. പല സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനേഴ്സും ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് ബാക്കി ഭാഗം നമുക്ക് പഠിപ്പിച്ച് തരാറുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ഭാഗം നോക്കാം. അതായത് ഹാസ് ബീൻ ആൻഡ് ഹാവ് ബീൻ. ഹാസ് ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹാവ് ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം മീനിങ് ആണ്, ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ മീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാവും. നമുക്ക് എപ്പോഴാണ് അത് യൂസ് ചെയ്യാമെന്ന് നോക്കാം. എന്താണ് എപ്പോഴാണ് യൂസ് ചെയ്യുക? അതായത് കുറച്ച് കാലം മുൻപ് നടന്നുള്ളൊരു ആക്ഷൻ, ആ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം ഇപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഒന്നുകിൽ ഹാസ് ബീൻ യൂസ് ചെയ്യാം. ഹാസ് ബീൻ എപ്പോഴാണ് സിംഗുലർ ആവുമ്പോൾ, ഹാവ് ബീൻ എപ്പോഴാണ് പ്ലൂറൽ ആവുമ്പോൾ. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഫോർ 3 years. അവന് 3 വർഷമായിട്ട് എന്ത് ചെയ്യാണ്? ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഹാസ് ബീൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് 3 വർഷമായിട്ട് കേട്ടോ. പിന്നെ ഐ ഹാവ് ബീൻ റീഡിങ് ദിസ് ബുക്ക്. ഞാൻ ഈ ബുക്ക് വായിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് എക്സാമ്പിളാണ് വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് സിൻസ് ദിസ് മോർണിംഗ്. രാവിലെ മുതൽ നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് സിൻസ് ദിസ് മോർണിംഗ്. ഇതൊക്കെ നമ്മൾ നേരെ ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് സിൻസ് ദിസ് മോർണിംഗ്. പിന്നെ നെക്സ്റ്റ് എക്സാമ്പിളാണ് ഹാസ് ഇറ്റ് ബീൻ റെയിനിങ് ഹിയർ ഓൾസോ സിൻസ് യെസ്റ്റർഡേ. ഹാസ് ഇറ്റ് ബീൻ റെയിനിങ് ഹിയർ ഓൾസോ സിൻസ് യെസ്റ്റർഡേ. ഇവിടെ ഇന്നലെ മുതൽ മഴയാണോ? അപ്പോൾ വെരി സിമ്പിളാണ്. നമ്മൾ മെയിനായിട്ട് ഒന്നുമല്ല, ഹാസ് ബീൻ എന്ന് പറഞ്ഞാലും ഹാവ് ബീൻ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. എവിടെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കുറച്ച് കാലം മുൻപ് നടന്നുള്ള ആക്ഷൻ, ആ ആക്ഷൻ എന്താണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ ഹാസ് ബീനും യൂസ് ചെയ്യുക, ഹാവ് ബീൻ യൂസ് ചെയ്യുക. അതായത് ഹാസ് ബീൻ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആകുമ്പോൾ, ഹാവ് ബീൻ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആകും കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2-3 സെൻറ്റൻസ് ഒന്ന് പഠിക്കാം. അതായത് നമ്മൾ സാധാരണ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എന്നിരുന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുന്നതന്നെ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ സമയം എന്താണെന്ന് ചോദിക്കുകയാണ്, വാട്ട് ടൈം ഈസ് ഇറ്റ് നൗ. വാട്ട് ടൈം ഈസ് ഇറ്റ് നൗ. അതായത് ടൈം എന്തായി പറയാം. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് 9 o'clock. ഇനി അവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാം, ഏത് സമയം നമുക്ക് അവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുഡ് യു ഹെൽപ്പ് മീ. കുഡ് യു ഹെൽപ്പ് മീ അല്ലേ? ഒന്ന് സഹായിക്കുക. കുഡ് യു ഹെൽപ്പ് മീ എന്ന് സഹായിക്കുക. ഷുവർ. ലെറ്റ്സ് ഈറ്റ് സംതിങ്. നമുക്കെന്തെങ്കിലും കഴിച്ചാലോ. ലെറ്റ്സ് ഈറ്റ് സംതിങ്. നമുക്കെന്തെങ്കിലും കഴിച്ചാലോ. അപ്പോൾ ഈ ഒരു 3 സെൻറ്റൻസ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഹാസ് ബീനും ഹാവ് ബീനും മറക്കേണ്ട. നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ അത് അതിൻ്റെ യൂസേജും അത് എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അത് നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വരിക. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.